നിങ്ങളെപ്പോലെ തന്നെ വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് തിരുപ്പതി വെങ്കിടാചലപതിയെ ഒന്ന് ദർശിക്കുവാൻ. പക്ഷേ എന്നോട് പലരും പറഞ്ഞു, ഭഗവാൻ അനുവദിച്ചെങ്കിൽ മാത്രമേ ദർശനം സാധ്യമാകൂ. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ശരിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കും ഒരു പക്ഷേ ഈ അനുഭവമുണ്ടായിരിക്കാം. അങ്ങനെ 90കളുടെ അവസാനം അതിന് വഴിയൊരുങ്ങി. ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. കാട്ട്പാടി എന്ന സ്ഥലത്താണ് ഇറങ്ങേണ്ടത്. തിരിച്ച് അവിടുന്ന് തന്നെ കയറണം. എന്തായാലും ആ സുദിനം വന്നു ചേർന്നു. എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ട്രെയിനിൽ ഇരുന്നു പല ആഗ്രഹങ്ങളും ആശകളും എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് സഹസ്രനാമവും മറ്റും ജപിച്ചു. കുറേ നേരം ബർത്തിൽ കിടന്നുറങ്ങി. ഏതാണ്ട് 12 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങേണ്ട സ്ഥലത്ത് ട്രെയിൻ നിർത്തി. അവിടെ ഇറങ്ങി ഞാനും സഹോദരനും അവൻ്റെ കൂട്ടുകാരനുമുണ്ട്. കൂട്ടുകാരൻ നേരത്തെ പലതവണ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഞങ്ങളും നടന്നു നീങ്ങി. ബസ്സിൽ കയറി തിരുപ്പതിയിലെത്തി. അപ്പോഴാണ് അറിയുന്നത് തിരുപ്പതിയിലല്ല, തിരുമലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന്. വീണ്ടും ബസ് സ്റ്റാൻഡിൽ പോയി ആന്ധ്ര ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സിൽ കയറിയിരുന്നു. കുറച്ച് കഴിഞ്ഞ് ബസ് നീങ്ങിത്തുടങ്ങി. അപ്പോഴാണ് കൂട്ടുകാരൻ പറഞ്ഞത്, നമുക്ക് നടന്നു പോയാലോ? അന്നത്തെ ആവേശത്തിന് പോവാമെന്ന് സംശയമില്ലാതെ പറഞ്ഞു. ഡ്രൈവറോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കോട്ടയുടെ അടുത്ത് നിർത്തി ഇവിടുന്നാണ് നടക്കേണ്ടതെന്ന് പറഞ്ഞു. ബസ് നിർത്തിയ സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി. അവിടെ നമ്മുടെ സാധനങ്ങളെല്ലാം സ്കാൻ ചെയ്യേണ്ട ഒരു സ്ഥലം കണ്ടു. അത്യാവശ്യ സാധനങ്ങളെല്ലാം കയ്യിലെടുത്ത് ബാക്കി ലഗേജ് അവിടെ സ്കാൻ ചെയ്ത് അവിടെ ക്ഷേത്രത്തിൽ ചെന്ന് മേടിച്ചോളൂ എന്ന് പറഞ്ഞ് ടോക്കൺ തന്നു. ഞങ്ങൾ ആ ടോക്കൺ എടുത്ത് പേഴ്സിൽ വെച്ചു. ലഗേജ് വണ്ടിയിൽ മുകളിലെത്തും. എൻ്റെ മനസ്സിൽ ഇത് കിട്ടുമോ എന്നൊരു സംശയം വന്നിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ നടന്ന് കോട്ടയുടെ വാതിലിലെത്തി. അവിടെ വൈകുണ്ഠനാഥൻ്റെ വെങ്കിടാചലപതിയുടെ വിഗ്രഹമുള്ള ഒരു ചെറിയ ക്ഷേത്രം. ഒരാൾ നടയിൽ നിന്നിറങ്ങി വെള്ളിക്കിരീടം പോലെ ഭഗവാന്റെ തലയിലിരിക്കുന്ന ആ കിരീടം തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. ഞാൻ നടന്നു നീങ്ങി. നടപ്പാത ആരംഭിക്കുകയാണ്. നടപ്പാതയിൽ മുഴുവൻ സിമൻറ്റ് കെട്ടിയ പടികൾ. അത് കാരണം മല കയറാൻ സുഖമായെന്ന് തോന്നി. മുകൾ ഭാഗം സിമൻറ്റ് കൊണ്ട് വാർത്ത് മഴയും വെയിലും ഏൽക്കാത്ത രീതിയിൽ ഇരുവശത്തും കമ്പിവേലിയും കെട്ടിയിരിക്കുന്നു. സുരക്ഷിതമായ യാത്ര. ഇടയ്ക്കിടെ തോക്കേന്തിയ സുരക്ഷാ ഭടന്മാരും നിൽക്കുന്നുണ്ട്. കുറച്ചു നേരം നടന്നപ്പോൾ ദാഹിക്കാനും വിശക്കാനും തുടങ്ങി. വഴി നീളെ ശുദ്ധജലവും നല്ല ടോയ്ലറ്റുകളും 100 കണക്കിന് കെട്ടി നല്ല വൃത്തിയോടെ സൂക്ഷിച്ചിരിക്കുന്നു എന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഇടയ്ക്കിടെ നമ്മുടെ നാട്ടിലെ സ്ഥിതിയെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു അന്തം വിട്ടു. അങ്ങനെ കളിയും ചിരിയും നാമവും ചൊല്ലി നടന്നകലുന്നു. ഏതാണ്ട് 500 പടികൾ കയറി കഴിഞ്ഞു. പടികളുടെ എണ്ണം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോഴാണ് മുഴുവൻ കയറ്റവും, ചില സ്ഥലത്ത് പടികളില്ലാതെ കല്ലുകൾ നിറഞ്ഞ പാതയും. ചെരുപ്പില്ലാതെ നടന്നതിനാൽ കാലിലെ മസിൽ ഇടയ്ക്കിടെ തലയുടെ ഇരുവശത്തിരിക്കുന്നതായൊക്കെ തോന്നി. അവിടുന്ന് തട്ടി താഴോട്ടിറക്കി വീണ്ടും ഞങ്ങൾ നടന്നു നീങ്ങി. പടികൾ 1000 കഴിഞ്ഞു. അപ്പോഴാണ് കുറേ ഭാഗത്ത് കല്ലുകൾ അടുക്കി വച്ചിരിക്കുന്നത് കണ്ടു. ഞാൻ ആദ്യമായിട്ടാണിത് കാണുന്നത്. കാര്യം തിരക്കി.
ഓരോ ഭക്തന്മാർ വയ്ക്കുന്നതാണെന്ന് പറഞ്ഞു. ഭക്തന്മാർ അവരുടെ ഓരോ ആഗ്രഹങ്ങൾ പേറി കല്ലുകൾ അടുക്കി വെച്ച് പ്രാർത്ഥിക്കും. ഇതാണ് ആ രീതി. ഞങ്ങൾ മൂവരും ഈ കല്ലടുക്കി വയ്ക്കുവാൻ കുറേ കല്ലുകൾ പെറുക്കിയെടുത്തു. അങ്ങനെ ഓരോ കല്ലിൻ്റെ മുകളിൽ കല്ലുകൾ അടുക്കി വെച്ച് അവരുടെ രണ്ടുപേരുടെയും കല്ലുകൾ സുഖമായിരുന്നു. ഞാൻ വെച്ചത് അപ്പോൾ തന്നെ ഉരുണ്ട് താഴെ പോയി. ഞാൻ ആഗ്രഹിച്ചത് വേറെ ആരോടും അന്നേരം പറഞ്ഞില്ല, നിങ്ങളോട് പറയാം. ഒരു വീടായിരുന്നു. എനിക്ക് സ്വന്തമായി ഒരു വീട്. അവിടെ കല്ലുകൾ അടിക്ക് താഴേക്ക് വീണപ്പോൾ ആ പ്രതീക്ഷയും വീണു എന്ന് കരുതി മുന്നോട്ട് നീങ്ങി. ഇടയ്ക്കിടെ കുറേ കാര്യങ്ങൾ നടന്നു. അത് അടുത്ത ഭാഗത്ത് പറയാം. ഈ സംഭവത്തിൻ്റെ ബാക്കി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. നടന്നു വന്ന് ഞങ്ങൾ ഒരു ക്യൂവിൽ കയറി. അവിടെ കുറേ ഭക്തന്മാർ ബദാമിട്ട പാലും ഉപ്പുമാവും ബിസ്ക്കറ്റും തൈര് സാദവും ഇതെല്ലാമായി ആളുകൾ ക്യൂവിൻ്റെ പരിസരത്ത് നിൽക്കുന്നു. ഞാൻ അതെല്ലാം ആർത്തിയോടെ മേടിച്ച് കഴിച്ചു നീങ്ങി. അങ്ങനെ ക്ഷേത്ര മതിലിൻ്റെ വശങ്ങളിലൂടെ ക്യൂ നടന്നു നീങ്ങി. കൊടിമരച്ചുവട്ടിലെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണു തള്ളിപ്പോയി. എന്തൊരത്ഭുതം! ആ സ്വർണ്ണ കൊടിമരത്തിൻ്റെ ആ കാഴ്ച, സ്വർണത്തിൻ്റെ ആ സ്വർണം കൊണ്ടുള്ള ആ പണികളെല്ലാം കണ്ട് ഞാൻ മുകളിലോട്ട് നിന്ന് അന്തം വിട്ട് നിന്നു. അങ്ങനെ പടിവാതിക്കലെത്തി വെങ്കിടാചലപതിയെ അദ്ദേഹം അനുവദിച്ച ആ ദർശനം. എൻ്റെ കയ്യിൽ ഒരു കിഴി പണം ഉണ്ടായിരുന്നു. ഞാൻ ആ ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ ആ കിഴി അഴിച്ച് ഭഗവാന്റെ മുമ്പിലെത്തിയപ്പോൾ അകത്തേക്ക് എറിഞ്ഞു തൊഴുതപ്പോൾ ഒരു ഭടൻ വന്ന് എന്നെക്കൊണ്ട് ആ എറിഞ്ഞ പണം മുഴുവൻ പെറുക്കിയെടുക്കാൻ ആവശ്യപ്പെട്ടു. എന്നെ ആ സോപാന വഴിയിലേക്ക് പോകുന്ന വഴിയിൽ എന്നെ ഇരുത്തി ആ നാണയം മുഴുവൻ പെറുക്കിയടിപ്പിച്ചു. ഇതിനിടെ ഞാൻ തല പൊക്കിയപ്പോൾ എനിക്ക് സുഖമായി ഭഗവാനെ കാണാം. ഞാൻ പതുക്കെ ആ നാണയത്തുട്ടുകൾ എടുക്കുവാൻ തുടങ്ങി. ഏതാണ്ട് 10 മിനിറ്റ് കൊണ്ട് ഞാൻ ആ നാണയത്തുട്ടുകൾ പെറുക്കിയെടുത്തു. അപ്പോഴും ആ ഭടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത്രയും നേരം ഞാനും ഭഗവാനും തമ്മിൽ കണ്ടുകൊണ്ടേയിരുന്നു. മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. ഭഗവാനെ കണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഒരു കാര്യം വിട്ടുപോയി ഓർക്കാൻ. എന്താന്നോ? കല്ലടുക്കി വെച്ചത് താഴെ പോയ കാര്യം. ദർശനം കണ്ടിറങ്ങിയപ്പോൾ അതും ഒരു നനുവേദനയായി. എന്നാലും അത്രയും സമയം കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഞാനും നടന്നു. ഇറങ്ങിയപ്പോൾ പ്രസാദം കിട്ടി. കുരുമുളകിട്ട ഒരു തരം ചോറ്, ചെറിയ ലഡു. കിട്ടിയ പാടെ ഞാനത് മുഴുവൻ കഴിച്ചു. വീട്ടിലെത്തിയപ്പോഴാണ് ശരിക്കും ആ അത്ഭുതം നടന്നത്. വീട്ടിലെത്തി 2-ാം നാൾ ഞാൻ ആ അത്ഭുതം അനുഭവിച്ചു. അറിയാതെ ഉറക്കെ വിളിച്ചു, ഗോവിന്ദാ ഗോവിന്ദാന്ന്. എന്താന്നോ? കോട്ടയം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഞാനൊരു വീട് മേടിക്കാൻ അഡ്വാൻസ് കൊടുത്തു. ഇതിപ്പരം സന്തോഷമുണ്ടോ? ഇതെല്ലാം ചെയ്തത് എന്നെ ആ വഴിയിൽ സങ്കടത്തിലാഴ്ത്തിയതും ഭഗവാന്റെ മുമ്പിൽ അത്രയും നേരം നിർത്തിയിട്ടും അത് ഓർക്കാൻ സമ്മതിക്കാതെ എന്നെ ഇതുവരെ എത്തിച്ചതും ഭഗവാൻ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് നിങ്ങളോട് ഞാൻ പങ്കുവച്ചത് വെങ്കിടാചലപതി എല്ലാം അറിയുന്നു. ദർശനം അദ്ദേഹം അറിയാതെ നടക്കില്ല എന്ന് ഞാൻ അടിവരയിട്ട് വിശ്വസിക്കുന്നു, പറയുന്നു. ഇനി അനേകം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. അതുമായി ഇനിയും വരാം. ഗോവിന്ദ ഗോവിന്ദ.